ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് സിദ്ധാർത്ഥ വ്ളോഗ്. നമ്മുടെ 13ാമത്തെ എപ്പിസോഡാണ്. വിഷയം കേന്ദ്ര സഹായം. നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും പറയുന്ന വാക്ക്. കേന്ദ്രം ഒന്നും തരുന്നില്ല, മോദി ഒന്നും തരുന്നില്ല, നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഈ പല്ലവിയാണ് അല്ലേ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ മാസവും 2500 3000 കോടി കേന്ദ്രത്തിനോട് ചോദിക്കുന്നു, അവർ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ചക്രം ഉരുളുന്നത്. കഴിഞ്ഞ വർഷം നികുതി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ട്രിക്ക് എടുത്തതാണ്. കേന്ദ്ര സഹായം ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്തു? നികുതി അങ്ങ് വർദ്ധിപ്പിച്ചു. സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. വീട് നിർമ്മിക്കാനുള്ള പെർമിറ്റിൻ്റെ 500 രൂപ ഉണ്ടായിരുന്ന നേരെ 17,000 20,000 രൂപയാക്കി. വെള്ളക്കരം വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വർദ്ധിപ്പിച്ചു. എല്ലാ മേഖലകളിലും ടൈറ്റാക്കി. ഇപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഒന്നും തരുന്നില്ല. ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞു, 1 മണി അരി പോലും കേന്ദ്രം തന്നില്ല, നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 4 ദിവസം മുൻപ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ ഒരു പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തെളിവ് സഹിതം എല്ലാം അങ്ങ് ഹാജരാക്കി. ഇവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന 25 കിലോ അരി, 35 കിലോ അരി, അതേപോലെ 15 കിലോ ഗോതമ്പ്, അന്നയോജന പ്രകാരം എല്ലാ കാർഡുകൾക്കും കൊടുക്കുന്ന 5 കിലോ അരി, ഇതെല്ലാം കേന്ദ്രം സൗജന്യമായി കൊടുക്കുന്നതാണ്. ഒരു പൈസ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നില്ല. എല്ലാം സൗജന്യമായി കേന്ദ്രം കൊടുക്കുന്നതാണ്. 1 മണി അരി പോലും പിണറായി വിജയൻ്റെ അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മുഖ്യമന്ത്രിയുടെ വാക്കിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മുഖ്യമന്ത്രി എന്തു പറയുന്നു? അദ്ദേഹം ഉടനെ തന്നെ മിനിയാന്ന് പത്രസമ്മേളനം വിളിച്ചു. എല്ലാവരും ഇതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിനെപ്പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് തോട്ടണ്ടി മേഖലയ്ക്ക് ഇത്ര ബോണസ്, തൊഴിലുറപ്പുകാർക്ക് ഇത്ര ബോണസ്, തോട്ടം തൊഴിലാളികൾക്ക് ഇത്ര ബോണസ്, ഗവൺമെൻറ് ജോലിക്കാർക്ക് ഇത്ര ബോണസ്. അതിലേറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്നത് ബീവറേജസ് കോർപ്പറേഷനാണ്. അപ്പോൾ ഒരു ബീവറേജസ് കോർപ്പറേഷനിൽ ബില്ലടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ മദ്യം എടുത്തു കൊടുക്കുന്ന ആൾക്കൊക്കെ 1,02,000 രൂപ വരെ ബോണസ് കിട്ടണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രം ലാഭം ഉണ്ടായിരിക്കണം? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം എപ്പോഴും ഇവർ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. 50 രൂപ 60 രൂപയുടെ മദ്യം വിൽക്കുന്നത് 600 രൂപ 700 രൂപ 800 രൂപയ്ക്കാണ്. എന്നിട്ടും പറയുന്നത് നഷ്ടമാണെന്നാണ് പറയുന്നത്. നഷ്ടമാണെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ഏൽപ്പിച്ച് അവർ ലാഭം ഉണ്ടാക്കിയിട്ട് അവർ ഗവൺമെൻറ്റിന് ലാഭവിഹിതം കൊടുക്കും അല്ലേ? ലോട്ടറി 2200 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ലാഭം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഒരിക്കലും പറയുന്നില്ല ലാഭം എന്ന് പറയില്ല അല്ലേ? വാഹന നികുതി, ഇത് പണ്ട് മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു നിയമസഭയിൽ വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് പറഞ്ഞത്. ഇവിടെ പലരും പറയുന്നത് ലോട്ടറി കൊണ്ടാണ്, മദ്യം കൊണ്ടാണ്, വാഹന നികുതി കൊണ്ടാണ് കേരളത്തിൻ്റെ കൂടുതൽ റവന്യൂ വരുമാനം വരുന്നത്. ശരിയാണ്. വാഹന നികുതി എന്ന് പറയുന്നത് നിങ്ങളൊരു 2 വീലറോ അല്ലെങ്കിൽ ഒരു കാറോ എടുത്തു കഴിഞ്ഞാൽ 15 വർഷത്തെ ടാക്സ് നിങ്ങൾ ഒന്നിച്ചടയ്ക്കണം. അത് ലക്ഷറി കാറാണെങ്കിൽ 5 ലക്ഷം രൂപ ലക്ഷറി ചാർജ് അടയ്ക്കണം.
അതിനുശേഷം 15 വർഷത്തെ ടാക്സ് അടയ്ക്കണം. മറ്റ് ചാർജുകൾ കൊടുത്താൽ മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. പെട്രോളിൻ്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം 30 രൂപയോളം പെട്രോളിന് ടാക്സ് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഓരോ ലിറ്ററിനും 2 രൂപ വെച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. കള്ള് അമിതമായ ടാക്സാണ്. ഞാൻ പറഞ്ഞില്ലേ, 50 രൂപ 60 രൂപയുടെ സാധനമാണ് 700 രൂപ 800 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്. പിന്നെ ടാക്സ് വരുന്നത് ഗവൺമെൻറ്റിനല്ലേ കിട്ടുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ പ്രളയകാലത്ത് ഇവിടെ പ്രളയത്തിന് മുൻപായി ലക്ഷക്കണക്കിന് ടൺ അരി കേന്ദ്ര ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചു. അവർ അരി തന്നു. പ്രളയത്തിൻ്റെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് അവർ ആ പൈസ വാങ്ങിയില്ല. പക്ഷെ വളരെ മോശമായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞത്. ആ പൈസ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. പൈസ മേടിച്ചിട്ടില്ല. അതേപോലെ സൈന്യത്തിൻ്റെ സേവനം വന്നു, അതിന് പൈസ മേടിച്ചു എന്നാണ് പറഞ്ഞത്. അവർ പൈസ മേടിച്ചിട്ടില്ല, ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രവും തന്നില്ല എന്ന് പറഞ്ഞു. 768 കോടിയോളം രൂപയുടെ പിരിച്ചു കിട്ടി. ഇവിടെ പലരും ഞങ്ങൾ 100 വീടുണ്ടാക്കി കൊടുക്കുക, 50 വീടുണ്ടാക്കി കൊടുക്കുക, 25 വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. ആ കാര്യമേ സംസാരിച്ചില്ല. അവരോട് പറഞ്ഞു നിങ്ങൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടുകാർക്ക് 1 കോടി രൂപയും കൊടുത്തിട്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അവർ വീട് വെക്കാതിരിക്കുക, എന്ത് തേങ്ങ വേണ്ട ചെയ്തോട്ടെ, അല്ലേ? അപ്പം കേന്ദ്രം നമുക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മനോരമ സംഘടിപ്പിച്ചൊരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പങ്കെടുത്തു. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം ഒന്നും തന്നില്ല, കേന്ദ്ര സഹായം ഒന്നും തന്നില്ല, പ്രളയത്തിൽ ഈ വയനാട് ദുരന്തത്തിലൊന്നും തന്നില്ല. അദ്ദേഹം പരസ്യമായി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ ഞാനുമായി, അല്ലേ? അപ്പം മിനിയാന്ന് പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അതവിടെ വെച്ച് തീർക്കേണ്ട പ്രശ്നമായിരുന്നില്ല. കാരണം കേന്ദ്രം ഒന്നും തരുന്നില്ല, ഒന്നും തന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സംവാദത്തിൽ പങ്കെടുക്കണ്ടേ? ഞാൻ തയ്യാറാണ് സംവാദത്തിന്. ആ സംവാദത്തിൽ പങ്കെടുക്കുന്നതിന് പകരം അദ്ദേഹം മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കുക? നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കും. അടുത്ത ലക്കം മറ്റൊരു വിഷയവുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.